മോഹൻലാലിന് ജന്മദിന സമ്മാനമായി പ്ലാവിൻ തോട്ടത്തിലെ ചക്ക ചിത്രമൊരുക്കി ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്. വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള, ചക്കക്കുരു, ചക്കപ്പോള, ചക്കമടൽ തുടങ്ങി ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് മോഹൻലാലിന്റെ മുഖം സുരേഷ് ഒരുക്കിയത്. 65 പ്ലാവുകളുള്ള തോട്ടത്തിന്റെ നടുവിലാണ് ഇതെന്നുള്ളതാണ് ചിത്രത്തിന്റെ സവിശേഷത. പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവില കൊണ്ട് അലങ്കരിച്ചാണ് ചിത്രം തയ്യാറാക്കിയത്. നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു തീം, പ്രത്യേകിച്ച് ചക്ക, ആ തീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കുരു, ചക്കയുടെ ചൗഞ്ഞി, അതുപോലെ തന്നെ പോള, അതുപോലെ ചക്കയുടെ മടൽ തന്നെ കറുപ്പ് കളറിലേക്ക് എത്തിയ ഉണങ്ങിയ മടൽ, അതിലേറ്റവും ഗംഭീരമായിട്ടുള്ളത് വെറൈറ്റി നിറങ്ങളോട് കൂടിയ ചക്കച്ചുളകളാണ്. യഥാർത്ഥത്തിൽ ചുവന്ന ചുള, ഒരു റോസ് കളറിലായ ചക്കയുടെ ചുള, വൈറ്റ്, മഞ്ഞ, ഒരു പക്ഷേ ചക്കയുടെ വൈവിധ്യം, ചക്കയുടെ പല പ്രായമുണ്ട്. മൂക്കാത്തത്, മൂത്തത്, പഴുത്തത്. അതെ അതെ അതെ, ഗംഭീരം. ഡാവിഞ്ചി സുരേഷ് അദ്ദേഹം ഇപ്പോൾ 97ാമത്തെ ചിത്രമാണ് ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 ചിത്രം കൂടി ആയാൽ ഇത്തരം വൈവിധ്യമാർന്ന ചിത്രങ്ങൾ 100 തികയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൃശൂർ വേലൂരിലെ കറുമാൽക്കുന്നിലെ വർഗീസ് തരകന്റെ ആയുർജാക് ഫാമിലാണ് ഡാവിഞ്ചി സുരേഷിന്റെ 97ാം മീഡിയമായ ചക്കച്ചിത്രം ജനിച്ചത്. 8 അടി വലിപ്പത്തിലും 2 അടി ഉയരത്തിലും തട്ടുണ്ടാക്കി തുണി വിരിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തിയത്. UN അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർജാക് ഫാമിലിയിലെ തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാടവനെയും സെയ്ദ് ഷാഫിയുമാണ് ഡാവിഞ്ചി സുരേഷിന് സഹായികളായി ഉണ്ടായിരുന്നത്. 5 മണിക്കൂർ സമയമാണ് ഇതിനായി ചിലവഴിച്ചത്. ഏകദേശം 20 ചക്കയോളം ഇതിനായി ഉപയോഗിച്ചു. 64ാം ജന്മദിനത്തിന് ഞാൻ ഒരു പ്ലാവ് വെച്ച്, മോഹൻലാൽ അവറുകളുടെ പേരിൽ പ്ലാവ് വെച്ചിട്ടുണ്ട്. ആ പ്ലാവ് വളരുകയാണ്. അപ്പോൾ അതും ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടുള്ള സപ്പോർട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ പ്ലാവും തോട്ടത്തിൽ ലാലേട്ടനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ കൃഷിയോടുള്ള ഒരു താല്പര്യം. അദ്ദേഹത്തിൻ്റെ കൃഷിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ മുഴുവൻ അദ്ദേഹം ഒരു കൃഷിക്കാരൻ്റെ റോള് കൈകാര്യം ചെയ്താൽ എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട്. ഒരു കർഷകൻ്റെ യഥാർത്ഥ റോള് അത് അഭിനയത്തിലൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ റയർ ആൻഡ് റയറസ്റ്റ് നടന്മാർക്ക് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഏത് ഫിലിമുകൾ നമ്മൾ കണ്ടാലും ഒരു കൃഷിക്കാരനായ ഒരു കൈക്കോട്ട് തോളത്ത് വെച്ച് പോകുന്ന രംഗം, ഒരു മുണ്ട് വളച്ചു കുത്തി അദ്ദേഹം കൃഷി ചെയ്യുന്ന രംഗം, ആ കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പോകുന്ന രംഗം, ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന രംഗം, ഒരു കൃഷി സ്ഥലത്ത് അദ്ദേഹം നടക്കുന്ന രീതി, എല്ലാം ഒരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ്. അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിലാണ് ആയുർജാക് ഫാമിലെ വർഗീസ് തരകന്റെ പിന്തുണയോടെ ചിത്രം പൂർത്തിയാക്കാൻ പറ്റിയതെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. കേരളത്തിലെ ഒരു 15 സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു എനിക്ക് റെഡ് ചക്ക കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് അലഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടാൻ പറ്റിയില്ല. അവസാനമാണ് നമ്മുടെ വർഗീസ് ചേട്ടന്റെ നമ്പർ കിട്ടുന്നതും വിളിക്കുന്നതും. ഇങ്ങനെ ഒരു റെഡ് ഇല്ലാതെ നമുക്ക് ഈ ചിത്രം പൂർണ്ണമാവില്ല. മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ചിത്രം തീർക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ റെഡ് ചക്ക കിട്ടിയപ്പോൾ റെഡിന്റെ തന്നെ 2-3 വെറൈറ്റി, ഇപ്പൊ ഡാർക്ക് കളർ ഉണ്ട്, ലൈറ്റ് കളർ ഉണ്ട്. അപ്പൊ മഞ്ഞ തന്നെയാണെങ്കിൽ മഞ്ഞയുടെ ലൈറ്റ് ക്രീം കളർ വരെ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. പിന്നെ ഈ ചക്കയുടെ തൊണ്ട് വെച്ച താടി രോമങ്ങളും മീശരോമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ചക്കയുടെ തൊണ്ടാണ്. അത് ഉണങ്ങിയതുകൊണ്ട് പച്ചയുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ആകെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് പ്ലാവിന്റെ ഇലകൾ.